വയനാട് മാനന്തവാടി പഞ്ചാരക്കുലിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം അല്പസമയത്തിനകം ഏതാണ്ട് 11 മണിയോളമാകുമ്പോൾ നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനിടയിൽ നോർത്തേൺ CCF ആയ KS ദീപ ഒരു കാര്യം പറഞ്ഞു. അതായത് കടുവയുടെ ചിത്രം ഡ്രോണിൽ പതിഞ്ഞിട്ടുണ്ട്. ചിത്രം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. കടുവയെ വൈകാതെ തിരിച്ചറിയാൻ കഴിയും. അരുൺ സക്കറിയും ടീമും എത്തുന്നതോടെ കടുവയെ കൂട്ടിൽ കെണിയിൽ പിടിക്കുകയോ അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും എന്നാണ് CCF പറയുന്നത്. എന്തായാലും ഈ രാധയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ വീട്ടുവളപ്പിൽ അല്പം മുമ്പാണ് എത്തിച്ചത്. അവിടെ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ആക്രമണം നടത്തിയ കടുവ പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെ ഉണ്ടെന്നാണ് വനംവകുപ്പ് നിരീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് KS ദീപ, അതായത് CCF പറഞ്ഞ നോർത്തേൺ CCF പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം ആദ്യം. നിലവിലിപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ നമുക്ക് അതിൻ്റെ ID കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. കൂട് പരിസരത്തും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലുമായിട്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട്. പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ്. ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത്. പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. അവിടെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. ഈ വീട്ടിൽ നിന്ന് സുർജിത്ത്, 11 മണിക്ക് തന്നെ സംസ്കാരം നടക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അവിടെ പഞ്ചാരക്കൊല്ലിയിലും പരിസര പ്രദേശങ്ങളിലുള്ള നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടോ? വളരെ ദുഃഖകരമായ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും SKN, ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. തൊഴിലിനായി പോയ രാധ പിന്നീട് മുഖം പോലും ഇല്ലാതെയാണ് അവരുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവരുടെ ചിത്രമൊട്ടിച്ച അവർ കിടക്കുന്ന ഒരു പെട്ടി അത് നമുക്ക് കാണാൻ പറ്റും. അതായത് അത്രയും ദുഃഖകരമായ അന്തരീക്ഷം. ഈ കടുവ ആക്രമണം തുടർച്ചയായി വയനാട്ടിൽ ഉണ്ടാകുന്നു. ഒരു വാഗേരിയിലെ പ്രജീഷ് മരിച്ച 1 വർഷമാകുന്നു. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം, അതിദാരുണ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മന്ത്രി OR കേളു ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി K റഫീഖ്, അതോടൊപ്പം മുൻ മന്ത്രി PK ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഈ നാട് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനാവലി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇന്നലെ ജോലിക്കായി പോയതാണ്. അതായത് ഈ തൊട്ടടുത്തുള്ള വനമേഖലയോട് ചേർന്നുള്ള തോട്ടത്തിൽ കാപ്പി പറിക്കാൻ വേണ്ടി പോയതാണ് രാധയെ കൊണ്ടുചെന്നാക്കുന്നത് ഭർത്താവ് അച്ചപ്പനാണ്. മോട്ടോർ ബൈക്കിൽ അച്ചപ്പൻ അവിടേക്ക് എത്തിച്ചു. അച്ചപ്പൻ എത്തിയ ശേഷം അച്ചപ്പൻ തിരിച്ചെത്തി. വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറാണ് അച്ചപ്പൻ. അദ്ദേഹം ഇവിടേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കടുവ ആരെയോ ആക്രമിച്ചു കൊന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യൂണിഫോം ധരിച്ചുകൊണ്ട് തിരിച്ച് ആ പ്രദേശത്തേക്ക് തന്നെ പോവുകയാണ്. ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ പിന്നീട് കണ്ട കാഴ്ച അതീവ ദുഃഖകരമായ കാഴ്ചയാണ്. സ്വന്തം ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അത്രമാത്രം ബോധരഹിതനായി പോകുന്ന നിലയിലേക്ക് അദ്ദേഹം മാറി. അത്രയും സങ്കടകരമായൊരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും പൊതുദർശന ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നു. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ഒപ്പം തന്നെ ധനസഹായം, ബാക്കിയുള്ള ധനസഹായം കൈമാറുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്.